വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ ജീവചരിത്രം, എൻ്റെ ആത്മചരിത്രം, അധ്യായം 13. ധ്യാനത്തിലും തത്വപരീക്ഷണത്തിലും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം കഴിഞ്ഞിരുന്നുവെങ്കിലും എൻ്റെ 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് തന്നെ പരീക്ഷിക്കുന്നതിന് ചിലവഴിച്ചിരുന്നു. തത്വചാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ആദ്യം മനസ്സിനെക്കുറിച്ചാണ് ബോധ്യപ്പെട്ടിരിക്കേണ്ടത്. അപ്പോഴേ മനസ്സ് തൻ്റെ ജന്മകേന്ദ്രമായ ജീവൻ്റെ നിലയെ വിസ്തരിക്കുകയുള്ളൂ. ജീവൻ്റെ നിലയിൽ നിന്നും ദൈവനില മനസ്സിലാക്കുവാൻ പിന്നീട് എളുപ്പമായിരിക്കും. അതിനു മുമ്പ് ഒരു തീരുമാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരുന്നു. എന്തെന്നാൽ എനിക്ക് 50 വയസ്സ് പൂർത്തിയായ ശേഷം എൻ്റെ സേവനം പൂർണ്ണമായും ലോക സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കണം എന്നുള്ളതാണത്. അതിനായി ഒരു ആശ്രമം സ്ഥാപിക്കുന്നതിന് വേണ്ട 3 ഏക്കർ സ്ഥലം ഗുഡുവാഞ്ചേരി ഗ്രാമത്തിൽ തന്നെ ദേശീയപാതയുടെ സമീപം ഞാൻ വാങ്ങിച്ചു. വൃദ്ധസദനം, ബാലസംരക്ഷണം ഇവയ്ക്ക് വേണ്ടി 10 ഏക്കർ സ്ഥലവും ഏർപ്പാട് ചെയ്തു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ഒരു ഒത്ത സ്ഥലം, കിണർ, പമ്പ് സെറ്റ് ഉൾപ്പെടെ 5 ഏക്കർ വാങ്ങിച്ചു. ഒരളവ് എൻ്റെ പങ്കുതുകയിൽ കണിശമായ ലാഭമെടുത്ത് അതുകൊണ്ട് സമൂഹ സേവനം തുടങ്ങാം എന്നും കരുതിയിരുന്നു. എൻ്റെ 45-ാം വയസ്സിൽ കച്ചവടത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ശരിയായ രീതിയിൽ തുണികൾ വിൽക്കപ്പെടാതെ കച്ചവടം മുടങ്ങി. 1000 തറികൾ നെയ്തു വന്നിരുന്നു. അതുമൂലം 2000 കുടുംബങ്ങൾ എൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വന്നിരുന്നു. മറ്റുള്ള കച്ചവടക്കാർ ഉൽപ്പാദനം നിർത്തിയിരുന്നു. നെയ്ത്തുകാർ ജോലിയില്ലാതെ വളരെ വിഷമിച്ചു. ഞാൻ അവരെ പോലെ തുണി ഉൽപ്പാദനം നിർത്തിയില്ല. തുടർന്നും അത് നടത്തിപ്പോന്നു. നീക്കിയിരിപ്പ് പണമെല്ലാം തീർന്ന് പുറത്തുനിന്നും ഞാൻ കടം വാങ്ങിച്ചു. അതും മതിയാകാതെ പലിശക്കാരിൽ നിന്നും ബ്ലേഡ് പലിശക്കാരിൽ നിന്നും വാങ്ങിക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ അവസ്ഥ 5 വർഷത്തേക്ക് നീണ്ടു. കുറഞ്ഞ വിലയ്ക്ക് തുണികൾ അല്പാൽപമായി വിറ്റുപോന്നു. 1959 വർഷാവസാനത്തിൽ കണക്ക് നോക്കിയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന എല്ലാ പണവും പോയി. പുറത്തുനിന്നും ലഭിക്കേണ്ട തുകയും വ്യാപാരത്തിലുണ്ടായിരുന്ന തുകയും ചേർത്ത് 1,50,000 രൂപയുണ്ടായിരുന്നു. എൻ്റെ കടവും 1,50,000 രൂപയുണ്ടായിരുന്നു. ഈ അവസ്ഥ പരിഹരിക്കുന്നതിലേക്കായി ഞാൻ എൻ്റെ സ്ഥലങ്ങളെല്ലാം വിറ്റു. കച്ചവടത്തിൻ്റെ അളവ് കുറച്ചു. എങ്കിലും കടബാധ്യതയും പലിശയുടെ ബാധ്യതയും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചിന്തയുടെ ശക്തി ഇവിടെ പ്രയോജനപ്പെടുത്തി നോക്കാമെന്ന് ഞാൻ കരുതി. വരുന്ന 1 വർഷത്തിനുള്ളിൽ എൻ്റെ കടമെല്ലാം തീരണം എന്ന വാക്കുകൾ ദിവസവും രാവിലെയും വൈകിട്ടും സങ്കല്പമായി ഞാൻ ഉച്ചരിച്ചു വന്നു. കടബാധ്യത വളരെയധികം അധികരിച്ച് കച്ചവടം ഞാൻ പൂർണ്ണമായും നിർത്തി. സ്വത്തുക്കളും വ്യാപാരത്തിൽ ലഭിക്കേണ്ടിയിരുന്ന എല്ലാം ചേർത്താലും കടത്തിനേക്കാളും കുറവായിരുന്നു. പലിശക്കാരിൽ നിന്നും ബ്ലേഡ് പലിശയ്ക്ക് 34,000 രൂപ വാങ്ങിയിരുന്നു. അത് കൃത്യസമയം തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്തതിനാൽ അവർ കോടതി നടപടി സ്വീകരിച്ച് സ്ഥാപനത്തിന് സീൽ വപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കമ്പനി പിരിച്ചുവിട്ടു. ഇൻസോൾവൻസി നിയമപ്രകാരം കമ്പനി ഓഹരിക്കാരായ ഞാൻ, എൻ്റെ സഹോദരൻ, എൻ്റെ മരുമകൻ ഉൾപ്പെട്ട ഞങ്ങൾ 3 പേരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. അവ ലേലത്തിൽ വിൽപ്പന നടത്തി. കടക്കാർ ആനുപാതികമായി പങ്കിട്ടെടുത്തു. 1960-ാം ആണ്ട് ഡിസംബർ മാസം 19-ാം തീയതിയോടുകൂടി എൻ്റെ കടങ്ങളെല്ലാം ഫൈസലായി. പക്ഷേ സ്വത്തുക്കളെല്ലാം ഒപ്പം പോവുകയും ചെയ്തു. താമസിക്കുവാൻ വീടില്ല. ജീവിക്കുവാനായി തൊഴിലുകൾ ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ദുഃഖിച്ചു. കുടുംബത്തിലുള്ള എല്ലാവരും വളരെ വിഷമിച്ചു. ഞാൻ ഒരു പരിധിവരെ ദൃഢമനസ്സോടുകൂടി ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോട് ഭാവി ജീവിതത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു. എനിക്ക് കുഴൽപ്പുട്ട് നന്നായി ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ വിധിച്ചാൽ ഞാനത് ഉണ്ടാക്കാം. എല്ലാ ദിവസവും നമുക്കാവശ്യമായ 3 രൂപ അതുവഴി ലഭിക്കും. അതുകൊണ്ട് തൽക്കാലം ജീവിക്കാം. പിന്നീട് നല്ല കാലം വരുമ്പോൾ അപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യാം എന്നവൾ പറഞ്ഞു. ഇതല്ലാതെ നമുക്കിപ്പോൾ വേറെ വഴിയില്ല. അതുതന്നെ ആരംഭിക്കാം. ഇന്ന് തന്നെ ആരംഭിക്കാം എന്ന് ഞാനും പറഞ്ഞു. അതിന് 5 രൂപ മാത്രമാണ് ആദ്യമായി വേണ്ടത്. അത് മാത്രം നൽകിയാൽ മതി എന്നവൾ പറഞ്ഞു. ഞാൻ 5 രൂപ അപ്പോൾ തന്നെ എടുത്തു നൽകി. എല്ലാ ദിവസവും രാവിലെ 3:30 കിടക്കയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും എഴുന്നേൽക്കും. പല്ല് തേച്ച് മുഖം കഴുകി എല്ലാവരും ഓരോ കപ്പ് ചായ കുടിക്കും. എൻ്റെ ഭാര്യമാർ 2 പേരും അടുപ്പ് ജോലികൾ നോക്കും. ഞാൻ അല്പനേരം ധ്യാനം ചെയ്ത ശേഷം അവരെ സഹായിക്കാനായി എത്തും. യഥാസമയം വേവ് നോക്കി സമയാസമയം ആവിപാത്രത്തിൽ നിന്നും എടുക്കേണ്ടതേ വേണ്ടൂ. ആയത് ഉള്ളതിൽ കഠിനമായ ജോലി. അത് വലിയവൾ ലോകമ്പാൽ നോക്കിക്കൊള്ളും. ഇളയവൾ കുഴലുകളിൽ പുട്ടുമാവ് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ വെന്ത പുട്ടുകൾ ഒരു മെലിഞ്ഞ തടിക്കമ്പ് കൊണ്ട് തള്ളി പുറത്തെടുത്ത് അടുക്കി വയ്ക്കും. ഒരു നിമിഷത്തിൽ 2 പുട്ട് വീതം റെഡിയാകും. രാവിലെ 5:30 മണിക്കൊക്കെ പുട്ടുകളെല്ലാം തയ്യാറാകും. 6 മണിയാകുമ്പോഴേക്കും മുഴുവനും വിൽപ്പനയാകും. അപ്രകാരം 8 മാസം കഴിഞ്ഞു. കാലങ്ങളെ അതിജീവിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത തൊഴിൽ എന്നല്ലാതെ ഞങ്ങൾക്ക് ഈ തൊഴിൽ അല്പം പോലും പൊരുത്തമായിരുന്നില്ല.
അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഏറിട്ട് നോക്കുമായിരുന്നു. അവൾക്ക് വളരെ വിഷമമുണ്ടാകും, കണ്ണുനീർ വാർക്കും. അവളെ ഞാൻ ആശ്വസിപ്പിക്കും. അങ്ങ് ഉത്തരവാദിത്വത്തോടു കൂടി സ്വത്തുക്കൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ കഷ്ടത ഉണ്ടാകുമായിരുന്നു എന്ന് കടുപ്പിച്ച് അവൾ പറയുമായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ നടക്കും. ദുഃഖങ്ങൾ വന്ന കാലങ്ങളിൽ ഈ അവസ്ഥ ഞങ്ങൾക്ക് കൂടുതൽ ദുഃഖകരമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളിൽ വളരെ മഹാനായ ഒരാളുടെ പേര് ശ്രീ ഒ സന്തന്മൽ സൗക്കർ അവർകൾ. അദ്ദേഹം എനിക്ക് ആവശ്യമായ പണം അപ്പോൾ തന്ന് സഹായിച്ചു വന്നിരുന്നു. അദ്ദേഹം സഹായമായി നൽകിയിരുന്നുവെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുമ്പോൾ തിരിച്ചു തന്നാൽ വാങ്ങിക്കണം എന്ന സമൂഹത്തോടു കൂടി ഞാൻ പണം വാങ്ങിയിരുന്നു. കൂടെ കോടതിക്ക് പോകുവാനും മറ്റു ചിലവിനുമായി പുട്ടുവ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം മതിയായില്ല. അപ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്ത് ആന്തൻചേരി ആക്കു കണ്ണപ്പ മുതലിയാർന്ന അദ്ദേഹം ഈ വിവരമറിഞ്ഞ് വീട്ടിലേക്ക് വന്ന് 250 രൂപ എനിക്ക് ചിലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞു നൽകി. ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് സന്തന്മൻ സൗക്കറിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അരി വ്യാപാരം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നെല്ല് വാങ്ങിച്ച് പുഴുങ്ങി കുത്തിവിറ്റാൽ ഒരു വണ്ടിക്ക് 25 രൂപ ലഭിക്കും. ആഴ്ചയിൽ 2 വണ്ടി നെല്ല് വാങ്ങിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം അലമാര തുറന്ന് 1000 രൂപ എടുത്തു തന്നു. ആ പണമാണ് ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ കരകയറ്റി വീണ്ടും സരളമായ ആവശ്യത്തിന് ചെലവ് നടത്തുവാനുള്ള വഴി തുറന്നത്. ഇവകളെല്ലാം ഞാനെന്തിനാണ് എഴുതുന്നതെന്നാൽ ജീവിതത്തിൽ നടന്ന മുഖ്യ സംഭവങ്ങൾ എന്നതുകൊണ്ട് മാത്രമല്ല, ചിന്തകളുടെ ശക്തിയാലുണ്ടാകുന്ന ലീലകൾ എല്ലാവർക്കും മനസ്സിലാകുവാൻ സാധിക്കും എന്നതിനാലാണ് ഞാൻ എഴുതുന്നത്. കടം മുഴുവൻ തീരണമെന്നാണ് സങ്കല്പം. കടം മുഴുവനുമായി തീർന്നു. അതിൻ്റെ പരിണതഫലമായി സ്വത്തുക്കളും പോയി. കൂടാതെ 50 വയസ്സിന് ശേഷം ലോകസമൂഹ സേവനമാണ് എൻ്റെ ലക്ഷ്യമെന്ന ഒരു ഉറച്ച ചിന്തയും എനിക്കുണ്ടായിരുന്നു. കച്ചവടം നല്ല രീതിയിലാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് ഞാനങ്ങനെ സമൂഹ സേവനത്തിലേക്ക് തിരിയുവാൻ കഴിയും. അക്കാലത്ത് നേടിയ അനുഭവമാണ്. ധ്യാനത്തിന് ശേഷം നല്ലതായൊരു സങ്കല്പം ചെയ്യണമെന്ന ബോധ്യം. അതിനുശേഷം ശരീരസുഖം, അറിവ്, സമ്പത്ത്, കീർത്തി അധികരിച്ച് കൂടുതൽ ശ്രേഷ്ഠമായി ജീവിക്കും. ഉടൽനലം, അറിവോട് സെൽവം, കീർത്തി ഒരുപാടെന്ത് മേൽമേൽ ചിറപ്പായി വീഴുവാൻ എന്ന സങ്കല്പം പരിണമിച്ചു. അതിൻ്റെ പ്രയോജനം ലഭിച്ച ശേഷം ആ ശ്രേഷ്ഠ മന്ത്രത്തിന് എൻ്റെ പക്കൽ നിന്നും ദീക്ഷ നേടിയ അരുൾ സർവറുകൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് എല്ലാവർക്കുമുള്ള ജീവിതവിജയ സങ്കല്പം തമിഴ്നാട്ടിലുള്ള തപസ്സെൽവറുകൾ, അരുൾ സെൽവറുകൾ, അരുൾ നിധിയർ എല്ലാവരിലും താങ്കളിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നല്ല മന്ത്രം ഗർഭത്തിൽ പോലും പതിഞ്ഞ് അത് പാരായണം ചെയ്യുന്നവരുടെ സന്തതികൾക്കും പല തലമുറകൾക്കും സൗഭാഗ്യം നൽകുമെന്നത് ചിന്തയുടെ മഹാശക്തി അറിഞ്ഞ് ഞാൻ നിസ്സംശയം ഉറപ്പിച്ചു പറയുന്നു. കുടുംബത്തോടൊപ്പം ചേർന്ന് ജീവിച്ച കാലം ഇതോടൊപ്പം കഴിഞ്ഞു. ഗുഡുവാഞ്ചേരി ദേശീയപാതയോട് ചേർന്ന് ഒരു കുളത്തിനരികിൽ ഒരു ചെറിയ കുടൽ കെട്ടി. അതിൻ്റെ മുമ്പിൽ ലോക സമൂഹ സേവാ സംഘം എന്ന് പേര് പതിച്ച ഫലകം തൂക്കിയിട്ടു. അവിടെ തന്നെ താമസിച്ച എൻ്റെ ജോലികൾ ഞാൻ നിർവഹിച്ചു പോന്നു. കർത്തവ്യത്തിൻ്റെ സമ്മർദ്ദം കാരണം നാൾ തോറും അല്പസമയം അതിനുവേണ്ടി ചിലവാക്കി കുടുംബ ചെലവിനുള്ള വരുമാനവും ഞാൻ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മുഴുവൻ സമയം എന്നെ ജനിപ്പിച്ച് വളർത്തി ജീവിതം നൽകി വരുന്ന ജനസമൂഹത്തിന് എൻ്റെ അറിവ് കൂടാതെ അനുവദിക്കുന്ന അളവിൽ കായികശേഷിയും ചേർത്ത് സേവനം ചെയ്ത് ഞാൻ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അറിവിൽ നിറവ് നേടിയ ആനന്ദക്കവി. ഇന്നു ഞാൻ പൂർണ്ണമായി ഈശ്വരാ, ഇന്നു ഞാൻ പൂർണ്ണമായി നിന്നു ഞാൻ, നടന്നു ഞാൻ, നിന്നെയോർത്ത് തേടിയലഞ്ഞു ഞാൻ, പോയി പല സ്ഥലങ്ങൾ ചിന്തകൾ വിരിഞ്ഞതിൽ. ഇന്നു ഞാൻ പൂർണ്ണമായി ഈശ്വരാ, ഞാൻ ഇന്നു പൂർണ്ണമായി, ദിവ്യപ്രകാശം കാഴ്ചകളായി എല്ലാവരും കണ്ണാൽ കണ്ടു, മറവായി ഉള്ളായി നീയെന്ന് മാറ്റിപ്പകർന്നിരിക്കുന്നു. പിറ മുതൽ ചന്ദ്രൻ വരെ വളർന്ന് പൂർണ്ണമാകുന്നതുപോൽ അല്പ അറിവിനെ വിരിച്ചാൽ നേടാം നിന്നെ ഉള്ളിൽ നിന്ന്. ഇരുപ്പുനില വെളിയായി പ്രവർത്തന ശക്തി ആകാശമായി ഉടലെടുത്തവ അത്രയും ഉടലെടുത്തറിഞ്ഞു ഞാൻ. കരിമ്പൊരുൾ കാന്തമായി കണ്ടുകേട്ടുണരും ശ്രീപൊരുൾ മനസ്സായി പ്രസരിക്കുന്നത്. ഉണർന്ന ശേഷം ഇന്ന് പേരിയക്ക മണ്ഡലം വലുതാണെങ്കിലും ഏകശക്തിയായി നിന്റെ ഉടലായി അതിനെ കാണുന്നു ഞാൻ. സൃഷ്ടിയെല്ലാം ചിന്തിക്കുവാൻ വലിയ ആശ്ചര്യം ആര് സൃഷ്ടിക്കും മഹാനെ, നീയല്ലാതെ പേരണ്ടത്തിനെ. സ്നേഹവും കരുണയുമായി വിശാല അവസ്ഥയാണു നീ. എൻ്റെ മനസ്സിനെ വിരിച്ചു ചേർത്തു നിന്നുള്ളിൽ. കർമ്മവിനകൾ എല്ലാം പോയെന്നറിയുന്നു ഞാൻ. നിന്നെ ഉണർത്തുവാൻ മാലോകർക്ക് സേവ ചെയ്യും ഞാൻ. നിന്നെ ഉണർത്താൻ മാലോകർക്ക് സേവ ചെയ്യും ഞാൻ.